ഇവിടെ കഴിഞ്ഞ വർഷം SPCയുടെ വളപ്രയോഗം ചെയ്തൊരു സൈറ്റാണ്. അടിവളമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് SPCയുടെ PH ബൂസ്റ്ററും വളമായിട്ട് SPCയുടെ ബയോ പവറും. ഇത് രണ്ടും മാത്രം കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഇന്നത്തേക്ക് 1 വർഷവും 2 മാസം കഴിഞ്ഞു. ഇപ്പോൾ ഇതിനകത്ത് കായപ്പെടുത്തും, അതുപോലെ പുതിയ പൂക്കുലകൾ വിരിഞ്ഞു വരുന്നതും, അതുപോലെ വിളവിനൊരു കുറവും തന്നെ വന്നിട്ടില്ല. നമ്മുടെ വരുന്ന സമയത്ത് 1-2 പൂക്കുലുണ്ടായി അത് കരിഞ്ഞു പോകുന്നൊരവസ്ഥയായിരുന്നു. അതുപോലെ ഇവിടുത്തെ മണ്ണ് ചെക്ക് ചെയ്യുമ്പോൾ കിട്ടിയിരുന്നത് 4.5 ആണ്. 4.5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മണ്ണ് അത്രയും അസിഡിറ്റിക്കാണ്. ഈ അസിഡിറ്റിക് മേഖലയിൽ നമ്മൾ എന്ത് വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാലും ചെടികൾക്ക് വളങ്ങൾ എടുത്തു കൊടുക്കാനുള്ള മൈക്രോബ്സ് മണ്ണിനകത്ത് കാണില്ല. ഈ അസിഡിറ്റിക് മണ്ണ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇതുവരെ കർഷകർ ഉപയോഗിച്ച് വരാറുള്ളത് കുമ്മായാണ്. കുമ്മായ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹൈഡ്രോക്സൈഡ് ചുണ്ണാമ്പാണ്. ഈ ഹൈഡ്രോക്സൈഡ് ചുണ്ണാമ്പ് മണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ മണ്ണിനകത്തുള്ള മണ്ണിനെ പുറത്ത് സൂക്ഷ്മജീവികളും അതുപോലെ മണ്ണിനകത്ത് ഉള്ള വളങ്ങളെല്ലാം കേടുകളാകുകയും മാത്രമല്ല 45 ദിവസം മാത്രമാണ് മണ്ണിന് ഗ്യാരൻറ്റിയുള്ളൂ കുമ്മായത്തിന്. 45 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മണ്ണ് പഴയതിലും മോശമായിട്ട് ചെടിയെ ആക്രമിക്കുന്ന സൂക്ഷ്മജീവികളായിരിക്കും മണ്ണിനകത്തുണ്ടാവുക. അതുകൊണ്ടാണ് ഇവിടെ 1 വർഷം കഴിഞ്ഞിട്ടും ഇത്രയും വിളവ് കാണിക്കുന്നത്. SPCയുടെ PH ബൂസ്റ്റർ പച്ചക്കാക്ക പൊടിച്ചതും മാഗ്നീഷ്യം സൾഫറെല്ലാം ചേർത്തിട്ട് വരുന്നതാണ്. ഇത് മണ്ണിൻ്റെ PH 1 വർഷം വരെ 1.5 വർഷം വരെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. കുമ്മായ എന്ന് പറയുമ്പോൾ 45 ദിവസം മാത്രമാണ് മെയിൻറ്റെയിൻ ചെയ്യുക. അതുമാത്രമല്ല കുമ്മായം ഇട്ട് കൊടുത്താൽ 1-2 ദിവസത്തിനകം തന്നെ പെട്ടെന്ന് PH 8-9 വരും. ഇതും ചെടികൾക്ക് ഷോക്കാണ്. ചെടികൾ ആരോഗ്യത്തോടെ വളരാൻ കേരളത്തിലെ മണ്ണ് അനുയോജ്യമായത് 7 ആണ്. കുമ്മായ 8-9 വന്നു കഴിഞ്ഞാലും ചെടികൾക്ക് ഷോക്കാണ്. ചെടികൾക്ക് വളങ്ങൾ വലിച്ചെടുക്കാൻ കഴിയില്ല. അതുമാത്രമല്ല കുമ്മായ 45 ദിവസം മാത്രമാണ് മണ്ണിൽ പ്രവർത്തിക്കുക. SPCയുടെ PH ബൂസ്റ്റർ 1 വർഷം വരെ മണ്ണിൻ്റെ PH ബാലൻസ് ചെയ്യുന്നതാണ്. എപ്പോഴാണ് മണ്ണിൽ അസിഡിറ്റി മഴ പെയ്ത് രൂക്ഷമായിട്ട് മഴ പെയ്ത് കഴിഞ്ഞാലാണ് മണ്ണിൻ്റെ PH കുറയുക. നമ്മൾ മഴവെള്ളത്തിൻ്റെ PH 5.5 ആണ്. മണ്ണും അസിഡിറ്റിക്കാണ്. ഇങ്ങനെ എപ്പോഴാണ് അസിഡിറ്റിക്ക് മണ്ണാവുന്നു ആ ഒരു സമയത്ത് തന്നെ SPCയുടെ PH ബൂസ്റ്റർ മണ്ണിനകത്ത് ലയിച്ച് ചേർന്ന് മണ്ണൊരു 1 വർഷം വരെ മണ്ണിൻ്റെ PH മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. എങ്കിൽ മാത്രമാണ് നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊക്കെ ചെടികൾക്ക് വലിച്ചെടുക്കാൻ കഴിയുമോ. അതായത് മണ്ണിനകത്ത് ശരിയായ രീതിയിൽ കാൽസ്യം കാർബണേറ്റാണ് SPC നമ്മൾ 1 വർഷത്തേക്ക് കൊടുക്കുന്നത്. കുമ്മായ എന്ന് പറയുമ്പോൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, SPCയുടെ PH ബൂസ്റ്റർ കാൽഷ്യം കാർബണേറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തോട്ടത്തിൻ്റെ ഓണർ ഈ പ്രാവശ്യം SPCയുടെ ഉൽപ്പന്നം തന്നെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടും ഇതാണ് അവസ്ഥ. ഒരുപാട് പൂക്കലകൾ പുതുതായിട്ട് വിരിഞ്ഞു വരികയും കായപ്പെടുത്തും ഇപ്പോഴും സംഭവിക്കുന്നുണ്ട്. കൂടാതെ മാസത്തിലൊരു തവണയായിട്ട് ഇവിടെ ഹോമിയോ അഗ്രകെയറും 1 ലിറ്റർ വെള്ളത്തിൽ 100 ഗുളിക ലയിപ്പിച്ച് ഓരോ ലിറ്റർ വെച്ച് 2 വശത്തായിട്ട് കുഴിയെടുത്ത് കുഴിക്കകത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ്. SPCയുടെ PH ബൂസ്റ്ററും ബയോപവറും കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഒരു വളങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ബയോപവർ എന്ന് പറഞ്ഞാൽ ഒരു 14 തരം മൂലങ്ങൾ അടങ്ങിയൊരു ബയോ കമ്പോസ്റ്റാണ്. ഇതിനകത്ത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്, അതുപോലെ മൈക്രോ ന്യൂട്രൻ്റ് എല്ലാം ഇതിനകത്ത് കിട്ടുന്നതാണ്. SPCയുടെ PH ബൂസ്റ്റർ എന്ന് പറഞ്ഞാൽ പച്ചക്കൊക്കെ പൊടിച്ചതും അതുപോലെ മാഗ്നീഷ്യം സൾഫറും ചേർത്തിട്ട് വരുന്നതാണ്. മാഗ്നീഷ്യം എന്ന് പറയുമ്പോൾ ഡോളമേറ്റ് എല്ലാം ഇതിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഈ രണ്ട് ഉൽപ്പന്നം മാത്രം കൊടുത്താൽ മതി അടിവളായിട്ട്. തെങ്ങിനായാലും കവുങ്ങിനായാലും ഫ്രൂട്ട്സ് പ്ലാന്റുകൾക്കായാലും ഏത് ചെടികൾക്കും PH നിർബന്ധമായിട്ടും